എടാ നാറി, നീ എന്നെ വിളിച്ച മാ കുട്ടിയോ? നിന്റെ വീട്ടില് എല്ലാരും ഞാൻ അത് വിളിച്ചിരുന്നത്. ഞാൻ പാടുകൂടാ, വേണം നീ എന്ന് കേട്ടാ മതി. നീ എന്റെ ലൈവ് ഇരിക്കുന്ന പോട്ടെ ചേട്ടെ. ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ആണ് ഞാൻ ഇത് സംസാരിക്കാൻ വിചാരിച്ചത്. ഓഫ് കോഴ്സ് രേണുവിനെ പറ്റി തന്നെയാണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തുടക്കം കാണിച്ചു തന്നില്ല. ഇതിൽ വിഷയം എന്താന്ന് വെച്ചാല്, നമ്മള് ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഞാനുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയും, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സി ആക്ച്വലി സം സിറ്റുവേഷൻ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനാണ് നമ്മൾ പറയുന്ന മെച്യൂരിറ്റി അല്ലെങ്കിൽ കോമൺ സെൻസ് എന്നൊക്കെ. ഇത് രേണു ബാർ ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാറിൽ പോയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു ഒക്കെ, ഇവിടെ ഉള്ളപ്പോഴും രേണുവിന്റെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ട്. രേണു അബ്രോഡ് പോകുമ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇതെന്താണ് ആക്ച്വലി ഇതിന്റെ സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. രേണു അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതാണോ, അത് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് അതാവില്ല, അതിന്റെ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും ദ എൻഡ് ഓഫ് ദ ഡേ ഷീ ഈസ് ലുക്കിംഗ് ഫോർ റീച്ച് അല്ലെ. അപ്പം വെല്ലുവിളിക്കുന്ന പോലെയാണ്. എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇനിയും അത് ചെയ്യും ഇത് ചെയ്യുന്നതൊക്കെ. ടോട്ടലി ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഈ കാണിച്ചത് കണ്ടില്ലേ, ഇതിനകത്ത് എന്തോ തെറി പറഞ്ഞു. അപ്പൊ തന്നെ തെറി പറഞ്ഞത് ഞാൻ ന്യായീകരിക്കുന്നതല്ല, കാരണം അവരുടെ ഇഷ്ടത്തിന് ലൈവ് വരുന്നു, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കമന്റ് ബോക്സിൽ എന്തും വിളിച്ചു പറയാമെന്ന് പറയുന്ന ഒരു സംഭവം ഫ്രീഡം ഓഫ് സ്പീച്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം രേണുവിന്റെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. വെറുതെ മെക്കെട്ടേറി വന്നിട്ട് അങ്ങനെ തെറി വിളിക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും എന്നുള്ളൊരു കാര്യം വളരെ പരമസത്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന സംഭവം, ഇപ്പൊ നമ്മൾ സ്ട്രേറ്റ് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിണ്ടാണ്ട് അങ്ങോട്ട് പോകും. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണല്ലോ ഈ സാധനങ്ങൾ വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയാൻ വേണ്ടിട്ട് ഇവന്മാര് പഠിച്ച പണി 18-30. അവര് നമ്മളെ തെറി വിളിക്കുമ്പോൾ അവര് തിരിച്ച് നമ്മളെ അങ്ങോട്ട് തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് അത് കൂടിയേ വരുള്ളൂ. അപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു മേ ബി ചിന്തിക്കാനിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൈൻഡ് സെറ്റിലാണോ എന്ന് പറഞ്ഞൂടാ. രേണുവിനെ ഒരാൾ തെറി വിളിച്ചാൽ തിരിച്ചു അതിന്റെ അപ്പുറത്തെ തെറി വിളിച്ചിട്ടാണ് രേണു അവിടെ ഷോ കാണിക്കുന്നത്. ആക്ച്വലി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതെ ഇരിക്കുക എന്നതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇങ്ങോട്ട് തെറി വിളിച്ചു, അതായത് പബ്ലിക്കലി നിൽക്കുന്ന സമയത്തൊക്കെ 4 ആൾക്കാർ ക്രൗഡിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ സ്വഭാവമാണ്, അവൻ ഉണ്ടാക്കിയൊരു സ്വഭാവമാണ്. പക്ഷെ നമ്മൾ അതിനെ മെച്ചുവേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് മിണ്ടാണ്ടിരിക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുന്നു, ലൈവിൽ വരുന്നു, വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തിരിച്ചു പറയും. പക്ഷേ പബ്ലിക്കിൽ നമ്മളൊരു ഫംഗ്ഷനിൽ പോകുമ്പോൾ രേണു എല്ലാവർക്കും മനസ്സിലായി, രേണുവിനെ പ്രൊവോക്ക് ചെയ്താൽ തിരിച്ച് നല്ല കോണ്ടന്റ് കിട്ടുന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പോ വീഡിയോസിലൊക്കെ ആണെങ്കിലും ഇപ്പം രേണു ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ ഓവർ ആയാലും പ്രശ്നം തന്നെ. സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാരും ഇപ്പൊ പുതിയ പേജ് തുടങ്ങുന്ന സ്ത്രീകൾ പോലും ചെറിയ പിള്ളേര് വരെ രേണുവിനെയാണ് പ്രൊവോക്ക് ചെയ്യാൻ ചെയ്യുന്നത്. കാരണം എന്താണ്, മാവിള മാങ്ങിയാലേ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ രേണുവിനെ പ്രൊവോക്ക് ചെയ്താൽ രേണു തിരിച്ചു മറുപടി പറയും. രേണു ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും കയറി പറയുന്നുണ്ട്. ഇപ്പൊ ലൈവ് വന്നിട്ടാണെങ്കിൽ ഈ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു എന്താ പറയാ മെച്യൂരിറ്റി ഇല്ലായ്മയാണ്. സത്യം പറഞ്ഞാൽ അതെങ്ങനെ എവിടെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു വിഷയം തന്നെയാണ്. ഇപ്പൊ ആ വീഡിയോ ആണ് കറങ്ങി നടക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പൈസ വേണം, എല്ലാം വേണം. പക്ഷെ സൊസൈറ്റി എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാരുടെയെങ്കിലും ഒരു ഇഷ്ടം അത് രേണുവിനുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ രേണുവായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്, രേണുവായിട്ട് സംസാരിച്ചുള്ള. രേണു എന്താണെന്നറിയാൻ പാവം ആർക്കും ഒരു ഉപദ്രവമില്ല. കാരണം ബിഗ് ബോസിൽ നമ്മൾ കണ്ടാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയോ ഇല്ലാത്തത് പറയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഒന്നുമില്ല. രേണുവിന്റെ വൈബ് പിടിച്ചു പോകുന്നു. രേണുവിന്റെ മെക്കെട്ട് കയറിയത് തിരിച്ചടിക്കുന്നു. യെസ്, രേണുവിന്റെ മെക്കെട്ട് കയറിയത് തിരിച്ചടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ അവൾ അവളുടേതായ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കും ഇൻ ഓൾ സെൻസ്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ രേണു കുറച്ചും കൂടി ഒന്ന് ചില സിറ്റുവേഷനിൽ കീപ് മമ്മ ആവുന്നതാണ് നല്ലത്. ലൈക്ക് കമന്റ് ഇടുന്നവർക്കൊരു വിചാരമുണ്ട് ആരും എന്തും പറയാം, സോഷ്യൽ മീഡിയയിൽ ആരും എന്തും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ വരില്ല, ഫേക്ക് അക്കൗണ്ട് കൂടിയാണെങ്കിൽ ഒട്ടും വരില്ല. അതൊന്നും അത്ര നല്ല കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഒന്നും പറയാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാരെ എന്ത് വേണമെങ്കിൽ പറയാം. അത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി ഇടുന്ന വീഡിയോയിൽ അവരുടെ പേജിൽ വന്നിട്ട് തെറി വിളിക്കാന്ന് പറഞ്ഞാൽ ഈ തെറി ഇട്ടവനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. അവനത് ശരിക്കും വേണ്ടതാണ്. പക്ഷേ പ്രൊഫഷണലി എത്തിക്കലി നാക്ക് വൈസ് ഞാൻ പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് ഇഗ്നോർ ചെയ്ത് അവന്മാരെ വിടുന്നതാണ് ഏറ്റവും വലിയൊരു മെച്യൂരിറ്റി. അവൻ പിന്നെയും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ മൈൻഡ് ചെയ്യാതെ വിടുമ്പോഴാണ് അവന്മാർക്ക് കൂടുതൽ കുരുപൊട്ടുക. പക്ഷെ രേണു ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രേണു ഇപ്പൊ നിന്നിരിക്കാൻ സമയം ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിലെ മീഡിയാസും രേണുവിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം തന്നെയാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു പറഞ്ഞ പോലെയാണ് രേണുവിന്റെ സംസാരവും കാര്യങ്ങളെല്ലാം. അത് എനിക്കിവിടെ പറയണം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതവിടെ മിണ്ടരുതായിരുന്നു, റിയാക്ട് ചെയ്യരുതായിരുന്നു. ഇപ്പൊ സബ്ബില് ചെയ്യുന്നുണ്ട്, സബ്ബില് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ആരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. ലിറ്ററലി ഈ വ്യക്തി നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അർഹപ്പെട്ടതാണ്. പക്ഷെ കോൺട്രവേഴ്സീസ് വന്നും ഒക്കെ ചാഞ്ഞെടുക്കണം വരാന്ന് വെച്ചാൽ ഓടി കയറുന്നോണ്ടാണോ എന്തോ സം സിറ്റുവേഷനിൽ ആളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. മീഡിയക്കാർ ചോദിക്കുമ്പോൾ അതിനെ എടുത്തോ പിടിച്ചോ മറുപടി കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു നാക്കലി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഭാഗത്തിനില്ല. പക്ഷെ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടാണ്. പൈസയാണ് എൻഡ് ഓഫ് ദ ഡേ വലുത്. ഇവരോട് പറയണ്ടായിരുന്നു സൂചിച്ചേട്ടനും ഇവളുള്ള സമയത്ത് കൊറോണ സമയത്തൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ട്, പൈസ ഉണ്ടാക്കണം, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പൈസ ഉണ്ടാക്കുമ്പോൾ കുറെ സദു ഉണ്ണികൾ വന്നിട്ട് വർത്താനം പറയുന്നുണ്ട്. അതിപ്പോ വേറെ പണിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷയം. അപ്പൊ നിങ്ങൾക്കിപ്പോ സംശയമായിട്ടുണ്ടാവും ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യാണോ അത് കുറ്റം പറയാണോ എന്ന്. രേണുവിന് എല്ലാവിധ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അത്രയും ഹാർഡ് വർക്കാണ്. ഭർത്താവ് മരിച്ചു എന്ന് വെച്ചിട്ട് വെള്ളം എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കൊന്നും ചെയ്യാതെ ആൾക്ക് അറിയാവുന്ന പണി ചെയ്ത് ആൾ പുറത്തേക്ക് ഇറങ്ങി. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എബ്രോഡ് ട്രിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ രേണു നന്നായിട്ട് പാടും. ആൾ എന്തിനും എതിരും ചിരിച്ചിൽ ഓക്കെയാണ് അൺടിൽ ആ കൊച്ചിനെ കയറി മാന്താത്തിടത്തോളം കാലം. അപ്പൊ ഇനിയും രേണു ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്തുന്നവര് മാന്തട്ടെ എന്ന് വിചാരിച്ചിട്ട് പോവുക. ചിലരൊക്കെ രേണുവിനെ ലിറ്ററലി യൂസ് ചെയ്യുന്നുണ്ട് കോണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ട് സംസാരിക്കുകയും എസ്പെഷ്യലി സം മീഡിയാസ്. അവരുടെ ഉദ്ദേശം രേണു തന്നെയാണ്. രേണു ആണ് ഇപ്പോ ഓൾ രീതിയിലും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. പലരും രേണുവിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സംഭവത്തിന് ഇപ്പൊ ഈ തെറി പറഞ്ഞ ലൈവ് വീഡിയോസിനെ എല്ലായിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് റീച്ച് ആക്കാനാണ് നോക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ട്വൈസ്. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും ഇട്ട് തട്ടുന്ന രീതിയിലുള്ള സംഭവം ഇട്ട് കൊടുക്കാതെ രേണു കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾഡ് ആവുന്നതാണ് നല്ലത്. ഇതാണ് എന്റെ അഭിപ്രായം. കമന്റ് ചെയ്യട്ടാം.